ശ്രീ ഹർഷകുമാർ, തെലുങ്കാനയും കർണാടകയും നമുക്കറിയാം കോൺഗ്രസിൻ്റെ കൈകളിലാണ്. അവർ അധികാരത്തിൽ വന്നത് തന്നെ BJPയെ പഴിചാരിക്കൊണ്ട്. അവിടെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കോൺഗ്രസ് നടത്തുന്ന അതിക്രമം വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്കല്ലേ പോകുന്നത്? BJP അവർ ആക്ഷേപിച്ച ബുൾഡോസർ രാജിൻ്റെ ആളുകളാണ് BJP എന്ന് പറഞ്ഞാണ് അവർ ആക്ഷേപിച്ച് വന്നത്. വളരെ കൃത്യമായ നിരീക്ഷണമാണത്. എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ബുൾഡോസർ കൊണ്ടുവച്ച് മതന്യൂനപക്ഷങ്ങളുടെ കോളനികളും അവരുടെ താമസ സ്ഥലങ്ങളും ഇടിച്ചു നിരത്തുന്നു ഡൽഹിയിലും മറ്റുമൊക്കെ എന്ന ആക്ഷേപം വലിയ തോതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പ്രചരിപ്പിച്ചാണ്. ആ പ്രചരണത്തിൽ ഒരു വലിയ പങ്ക് വിജയിച്ചതാണ് കർണാടകത്തിലും തെലുങ്കാനയിലും അധികാരം കിട്ടിയതവർക്ക്. എന്നാൽ ഇപ്പോൾ കർണാടകത്തിൽ എന്താ ഉണ്ടായത്? കർണാടകത്തിൽ 1.5 മാസം മുമ്പ് യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, മൈസൂരിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് യലഹങ്കയിൽ, ഏതാണ്ട് 300ഓളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ദളിതരുമായിരുന്നു മൊത്തം, അല്ലാത്തവരാരുമില്ല. അവർ താമസിക്കുന്ന ആ പ്രദേശത്ത് അവിടുത്തെ കോർപ്പറേറ്റുകൾക്ക് ആ ഭൂമിയിൽ കണ്ണുവെച്ച, നഗരത്തിൻ്റെ പ്രധാന ഭാഗമാണ്, അവർ കണ്ണുവെച്ചപ്പോൾ അവർക്ക് വേണ്ടി കോൺഗ്രസ് വെളുപ്പാങ്കാലം, അത് യലഹങ്കയിലെ പ്രശ്നം റേഷൻ കാർഡും ID കാർഡും ആധാറും എല്ലാം ഉള്ള മനുഷ്യരാണ്. അവരാ കെട്ടിടങ്ങൾക്ക് കരമടച്ചുകൊണ്ടിരുന്നവരാണ്. അവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ മറ്റവർക്ക് വേണ്ടി വെളുപ്പാങ്കാലത്തെ വന്ന് ബുൾഡോസറുകൾ കൊണ്ടുവച്ച് ഇടിച്ച് നിരത്തി മര്യാദയില്ലാതെ, അത് പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ അവരെ വലിച്ചു പറിച്ച് പുറത്തെറിഞ്ഞ് ആണ് അവിടെ പിടിച്ചു കൊടുത്തത്. അന്ന് വ്യാപകമായ ആക്ഷേപമുണ്ടായി. അന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് ന്യായീകരിക്കാൻ വന്നു കോൺഗ്രസിനെ. കോൺഗ്രസ് അങ്ങനെ ചെയ്തെങ്കിലും അവർക്ക് പകരം കൊടുക്കുന്നു. ഇപ്പം പകരം 1.5 മാസമായി വെയിലും മഞ്ഞും മഴയും കൊണ്ട് ഈ പാവങ്ങൾ വഴിയാധാരമായി നടക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. കോൺഗ്രസിൻ്റെ വലിയ മുഖം കാണിക്കാൻ ചാടിയ, രക്ഷപ്പെടുത്താൻ ചാടിയ ലീഗിന് മറുപടിയില്ല ഇപ്പം. അതാണ് അവിടുത്തെ സ്ഥിതി. തൊട്ട് പുറകിൽ ഈ ഫെബ്രുവരി മാസം 25, 2 ദിവസം മുമ്പ് തെലുങ്കാനയിലെ തെലുങ്കാനയിലെ ഖമ്മം ജില്ലയിൽ പുതിയൊരു കളക്ടറേറ്റ് പണിതു. ഖമ്മം നിലവിലുണ്ടായിരുന്ന ഖമ്മം കളക്ടറേറ്റിന് പകരം പുതിയൊരു സ്ഥലത്തേക്ക്, ഒരു പ്രദേശത്തേക്ക്, ഒരു ഉൾപ്രദേശത്തെ കളക്ടറേറ്റ് പണിതു. ആ കളക്ടറേറ്റും അതിനോടനുബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും ഓഫീസുകളും ഒക്കെ വരുമ്പോൾ ഒരു വലിയ നഗരത്തിൻ്റെ സാധ്യത ഉണ്ടാവുകയാണ്. അവിടെ ആചാര്യ വിനോബ ഭാവെയുടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഭൂദാന പ്രസ്ഥാനത്തിലേക്ക് കിട്ടിയ ഭൂമി 700ഓളം കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കാലത്തും അതിനുശേഷവുമൊക്കെ ഇങ്ങനെ കൈമാറ്റം ചെയ്തു വന്ന ഉൾപ്പെടെ അവരുടെ ഭൂമി അവർ കൈവശം വെച്ച് അനുഭവിക്കുകയാണ്. അവർക്ക് റേഷൻ കാർഡുണ്ട്, ആധാറുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളുമുണ്ട്. അവിടെ ഈ BJPയെ ബുൾഡോസർ രാജ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച കോൺഗ്രസിൻ്റെ തെലുങ്കാനയിലെ രേവന്ത് റെഡ്ഡി ഗവൺമെൻറ് ഒരു മനസാക്ഷിയില്ലാതെ വെളുപ്പാങ്കാലത്തെ അവരെ കൊണ്ടെത്തിട്ട് ബുൾഡോസർ, 1ഉം 2ഉമല്ല, നിരവധി ബുൾഡോസറുകൾ ഉറങ്ങിക്കിടന്ന മനുഷ്യൻ്റെ നെഞ്ചത്തേക്ക് പായിക്കുകയാണ്. 3000ഓളം ആളുകൾ, 700 കുടുംബങ്ങളെയാണ് നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടുന്ന് ഒഴിപ്പിച്ചു വിട്ടത്. അവരെ വഴിയാധാരമാണ്. അവരെങ്ങോട്ട് പോകും? അവർക്കെന്തെങ്കിലും ഒരു പകരം, മനുഷ്യനല്ലേ, ഈ ഭൂമിയിൽ ജനിച്ചു വീണ മനുഷ്യനല്ല ഭൂമിയുടെ അവകാശമുണ്ടെന്നുള്ള ധാരണ പോലുമില്ലാതെ അവരെ വഴിയാധാരം. എവിടെ മുസ്ലിം ലീഗിന് എന്ത് മറുപടിയാണ് ഉള്ളത്? മുസ്ലിം ലീഗ് കർണാടകത്തിലെ കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വെള്ള പെയിൻറ്റുമായിട്ട് ഇറങ്ങിയതായിരുന്നല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി ഇതിനകത്ത് ഇടപെടുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് എന്താ അഭിപ്രായമുള്ളത്? കാരണം സംസ്ഥാനത്ത് കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ കോർപ്പറേറ്റ് സേവ ചെയ്യുന്നതിന് രാഹുൽ ഗാന്ധിക്ക് എന്താ അഭിപ്രായം? രാഹുൽ ഗാന്ധിക്കും അതിൻ്റെ പങ്ക് കാണും, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എതിർക്കില്ലേ? രാഹുൽ ഗാന്ധിക്ക് ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് കാശ് വേണം. കാശ് വേണമെങ്കിൽ കോർപ്പറേറ്റുകൾ കാശ് കൊടുക്കണം. കാശ് കിട്ടുന്നതിന് കോർപ്പറേറ്റുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാതെ പറ്റില്ല. അതിനാണ് ഈ ചെയ്യുന്നതൊക്കെ. ഇതാണ് കോൺഗ്രസിൻ്റെ ഇപ്പം തന്നെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം. കേരളത്തിലെ ഗവൺമെൻറ് എത്ര മാതൃകാപരമായ പുനരധിവാസം നടത്തിയത്. ആ പുനരധിവാസത്തെ ആക്ഷേപിക്കുന്നത് എങ്ങനെയാണ് ആക്ഷേപിക്കുന്നത്? അവിടെ ഈ പാവപ്പെട്ട മനുഷ്യന് വീട് നിർമ്മിച്ച് നൽകാമെന്ന് പറഞ്ഞാൽ ആ ശവക്കൂനകളെ ചൂണ്ടി പണം പിരിച്ച്, അത് കണക്കില്ല ആർക്ക് വേണ്ടി പിരിച്ചു, എത്ര പിരിച്ചു. ഇവർ വീട് വെക്കാൻ സ്ഥലം മേടിക്കും എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടൊരു 3.25 ഏക്കർ ആന കയറി മേയുന്നൊരു തോട്ടം മേടിച്ചു. ആ മേടിച്ചെടുത്ത ആരാണ് അവരുടെ ഗുണഭോക്താക്കൾ? ഇനി പോട്ട്, നിങ്ങൾ എത്ര രൂപ നിങ്ങളുടെ ആപ്പിലൂടെ പിരിച്ചു? പിരിച്ചതിന് കണക്ക് ആര് തന്നു, ആര് തന്നില്ല, തന്ന പൈസ ഏത് അക്കൗണ്ടിലുണ്ട്? ഇതിനിടയ്ക്ക് VD സതീശൻ പറഞ്ഞ് എൻ്റെ KPCC പ്രസിഡൻ്റെയും അക്കൗണ്ടിൽ ആ പൈസ കിടപ്പുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സുതാര്യതയുള്ള പാർട്ടിയല്ലേ, പബ്ലിക് എന്നോട് അക്കൗണ്ടബിലിറ്റി ഉള്ളവരല്ലേ, നിങ്ങൾ ആ കണക്ക് പുറത്തുവിട്. ഇതുവരെ അതിന് കഴിയാത്തവർ, എവിടെയെങ്കിലും ആരെങ്കിലും പാവപ്പെട്ട മനുഷ്യന്, വീട് നഷ്ടപ്പെട്ട മനുഷ്യന് വീട് വെച്ച് കൊടുക്കുന്നവരെ അപഹസിക്കുന്ന കോൺഗ്രസ്
ഉത്തർപ്രദേശിലും ഭരണം കിട്ടിയപ്പോൾ കർണാടകത്തിലും ഉത്തർപ്രദേശിലും ഉള്ള താമസ സ്ഥലത്തുനിന്ന് ചവിട്ടി അരച്ച് കുടിയിറക്കി വിടുന്ന ആ കാഴ്ചയാണ് കോൺഗ്രസിൻ്റെ ഈ അധപ്പതനത്തിൻ്റെ അങ്ങേ അറ്റമാണ് കോൺഗ്രസ്. അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ ഈ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് മറുപടിയാണ് നിങ്ങൾക്കുള്ളത്? കർണാടകത്തിലെ ഏലഹങ്കയിൽ നിന്ന് ഇറങ്ങിയിട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഉടനെ അവർക്ക് പുനരധിവാസം കൊടുക്കുമെന്ന്. വല്ല പുനരധിവാസമായോ? ആ മനുഷ്യനെല്ലാം തേരാപ്പാര തെരുവിൽ അലയുകയാണ്. അവരുടെ കുഞ്ഞുങ്ങൾ ഒരു കിടപ്പാടമില്ലാതെ മഴ വന്നാൽ മഞ്ഞ് വന്നാൽ അതിന് ഒരു മാർഗമില്ലാതെ അവർ കിടന്ന് അലയുകയാണ്. ഇതാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസ്സാണ് കേരളത്തിലെ ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറയും. എന്ത് ചെയ്യാനാണ് അവർ? പിരിച്ച കാശ്, ഈ പാവപ്പെട്ടവരുടെ ശവക്കൂര ചൂണ്ടി പിരിച്ച കാശ് എത്രയുണ്ടെന്ന് ആദ്യം അവർ പറയട്ടെ. അതല്ലേ അവരുടെ മര്യാദ കാണിക്കട്ടെ. ആ പിരിച്ചതിൽ ഞങ്ങളുടെ ഇനി കുറേ ഞങ്ങളങ്ങ് തിന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യൂത്ത് കോൺഗ്രസ് പിരിച്ചത് മുഴുവൻ പെൺവാണി ബഗ്ഗേഴ്സ് നടത്താൻ ചെലവഴിച്ചു എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനം വരുന്നുണ്ട്. അതെന്തും ആയിക്കോട്ടെ. എന്നാൽ ഈ മൂത്ത കോൺഗ്രസ് പിരിച്ച കാശ് എന്ത് ചെയ്യും? അവസാനം കർണാടക സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കൊടുത്ത കാശ് രാഹുൽ ഗാന്ധിയുടെ മധ്യസ്ഥയെ കൊടുത്താണ്. അതിൽ കർണാടകത്തിലെ കൊടകിൽ നേരത്തെ ഇതുപോലെ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ കേരള ഗവൺമെൻറ് 10 കോടി കൊടുത്തു. അത് ഏത് ആളിൻ്റെ ശുപാർശയിലാണ്? സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമിഴ്നാട്ടിലെ DMK എന്ന രാഹുൽ ഗാന്ധിയുടെ ശുപാർശയിലായിരുന്നു. മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരളത്തിൽ ഇഷ്ടംപോലെ പൈസ വന്നു. ഏത് ആളിൻ്റെ ശുപാർശയിലാണ്? അപ്പോൾ ആ മര്യാദയൊന്നുമില്ലാതെ പിരിച്ച കാശിന് ഈ രാഹുൽ ഗാന്ധി വയനാട്ടിലെ MP ആയിരുന്നല്ലോ, ഇപ്പോൾ പെങ്ങളാണല്ലോ, 5 പൈസ 2 പേര് കൊടുത്തിട്ടില്ല. കൊടുക്കാതെ ആരെങ്കിലും ഇത്ര മഹത്തായ തരത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി, ആ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നിടം വരെ ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട്ടു വാടക കൊടുത്ത് ഡെയിലി 300 രൂപ ഒരംഗത്തിന് ദൈനംദിന ചെലവിന് വേണ്ടി കൊടുത്തു. ഒരംഗം 5 പേരുണ്ട്, 15 രൂപ, 1500 രൂപ. അതേപോലെ തന്നെ അവർക്ക് റേഷൻ കാർഡ്, പഠിക്കാനുള്ള പിള്ളേർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാം കൊടുത്ത്, റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവരുടെ റേഷൻ കാർഡ്, ഗ്യാസ്, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഒരു സർക്കാർ പുനരധിവസിച്ചപ്പോൾ അതിനെ അധിക്ഷേപിക്കുകയാണ്. എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? ഈ ശവക്കൂരകളെ ചൂണ്ടി പിരിച്ച പൈസ പുട്ടടിച്ചു എന്ന് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ പുട്ടടിച്ചതിൻ്റെ ജാള്യത മറയ്ക്കാൻ. ഇവർ സൂര്യനെ നോക്കിയിട്ട് മുറം കൊണ്ട് തടഞ്ഞു വെച്ചിട്ട് സൂര്യനില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ. ആ അധപ്പതനത്തിൽ നിൽക്കുന്ന കോൺഗ്രസ്സിന് അവർക്ക് അധികാരം കിട്ടിയ കർണാടകത്തിലും തെലുങ്കാനയിലും ആ താമസിച്ചുകൊണ്ടിരുന്ന പാവങ്ങളെ കുടിയൊഴിപ്പിച്ച് ബുൾഡോസർ രാജ് എന്ന് BJPക്കെതിരെ ആക്ഷേപിച്ചത് കൊണ്ടുവന്നപ്പോൾ അവിടെ നടപ്പാക്കുക കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി. ഭരണം കിട്ടിയാൽ ഇവിടെ അവർ ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ കോൺഗ്രസും ലീഗും തമ്മിൽ ഇക്കാര്യത്തിൽ ഉരസലൊന്നും ഉണ്ടാകാത്തത്. ലീഗിന് വേറെ മാർഗമില്ല. അത് നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴും ചർച്ചയാക്കി. ലീഗിനെ സംബന്ധിച്ച് എന്താ മാർഗം? ഇതിൻ്റെ കൂടെ ഈ അവഗണനയും ആട്ടും തുപ്പും ഒക്കെ സഹിച്ച് ലീഗിന് വേറെ ഗത്യന്തരമില്ല. ഇടതുപക്ഷ മുന്നണി എടുക്കത്തില്ല. ഇപ്പുറത്തോട്ട് വന്നാൽ ഇടതുപക്ഷ മുന്നണി മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടിയെ ചേർക്കാൻ ഇടതുപക്ഷ മുന്നണി തയ്യാറല്ലാത്തതുകൊണ്ട്, ഇടതുപക്ഷ മുന്നണി എടുക്കാത്തതുകൊണ്ട് വേറെ മാർഗമില്ല. പണ്ടൊരിക്കൽ ഈ UDF നിന്ന് എടുത്തൊരു ചാട്ടം ചാടി ഇല്ലത്തും തൊട്ട് ഇറങ്ങുകയും ചെയ്തു, അമ്മ തൊട്ട് എത്താനും പറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ലീഗിനുണ്ടായി. അത് ഭയപ്പെട്ട, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലീഗിൻ്റെ മുമ്പിലത്തെ ഏക മാർഗം ഇതാ, മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിലൂടെ UDFൻ്റെ പരാജയം കഴിയുമ്പോൾ ലീഗ് ചിലപ്പോൾ BJPയോടെ സന്ധി ചേരാൻ BJPയുടെ പടിക്കൽ പോയി കിടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയൊന്നും ഉണ്ടാകുമോ കേരള രാഷ്ട്രീയത്തിൽ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. ലീഗിൻ്റെ ലീഗ് ഉൾപ്പെടുന്ന UDF തകർന്ന് തരിപ്പണമാവും. കാരണം മനോരമ സർവേ പോലും ഇപ്പോൾ അത് പറഞ്ഞു തുടങ്ങി. മനോരമയുടെ ഏറ്റവും അവസാനത്തെ സർവേയിൽ അത് വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ലീഗിന് വേറെ എവിടെ മാർഗം? ലീഗ് രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണേ BJPയുടെ കൂടെ കൂടണം. വേറെ മാർഗം അവർക്കില്ല. അതാണ് സ്ഥിതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.